സോ ടുഡേയ്സ് മിഷൻ ഇസ് ബ്രെയിനിന് ഒരു എക്സസൈസ് കൊടുക്കാം. ആദ്യം തന്നെ 12 സെൻറ്റിമീറ്റർ ബൈ 12 സെൻറ്റിമീറ്ററിൻ്റെ വലിയൊരു സ്ക്വയർ വരയ്ക്കാം. അതിനെ ഈക്വലി 4 സ്മോൾ സ്ക്വയർസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ എല്ലാ സൈഡിൽ നിന്നും 0.5 സെൻറ്റിമീറ്റർ ഗ്യാപ്സ് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതുവരെ ശരിയല്ലേ? ഇനി വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് താഴെയുള്ള കോണറിൽ നിന്നും സൈഡിലേക്കും മുകളിലേക്കും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച 0.5 സെൻറ്റിമീറ്റർ ഗ്യാപ്സിലേക്ക് ലൈൻസ് വരയ്ക്കാം. സെയിം ഓൺ ദി അതർ സൈഡ്. ഇത് തന്നെ വെർട്ടിക്കൽ ആക്സിസിലെ മുകളിലെ കോണറിൽ നിന്നും ചെയ്യാം. ലൈൻസ് ടു സൈഡ് വേസ് ആൻഡ് ബോട്ടം, അത് രണ്ട് സൈഡിലും ഫില്ല് ചെയ്യാം. സോ ബേസിക്കലി ലൈൻസ് ലൈൻസ് ആൻഡ് ലൈൻസ്, അങ്ങനെ 4 സ്ക്വയർസിലും റിപ്പീറ്റ് ചെയ്യാം. ഇതുവരെ ശരിയല്ലേ കിട്ടുണ്ണി ചേട്ടാ? അതെ, ഇതുവരെ വളരെ ശരിയാണ്. ഇനിയാണ് ആക്ച്വലി ഇല്യൂഷൻ ടാസ്ക് വർക്ക് ചെയ്യുന്നത്. ഇനി ഓൾട്ടർനേറ്റ് സ്ക്വയർസിൽ നമുക്ക് ബ്ലാക്ക് ഫില്ല് ചെയ്യണം. അപ്പോഴേക്കും ബ്രെയിൻ ഒഫീഷ്യലി ഒന്ന് റിസൈൻ ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങാം. കാണാനും കേൾക്കാനും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും സത്യം പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അറിയാതെ തന്നെ മൈൻഡ് സ്ലോ ഡൗൺ ആവും, സ്ട്രെസ്സ് കുറയും, മൊത്തത്തിലൊരു റിലാക്സേഷൻ. ചിലർ മെഡിറ്റേഷൻ ചെയ്യും, ഞാനിതാണ് ചെയ്യാറ്. റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ ലൈൻസും മൈൻഡിനോട് സ്ലോ ഡൗൺ എന്ന് പറയുന്നത് പോലെ. കുറച്ച് ടൈം ഇത് ചെയ്യുന്നതിലൂടെ തലയൊന്ന് റീസെറ്റായി കിട്ടുകയും ചെയ്യും. ഫോളോ ഫോർ മോർ ക്രിയേറ്റീവ് കണ്ടന്റ്.